ആനയെയും കടുവയെയും പന്നിയെയും പേടിച്ച് ജീവിക്കുന്ന കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിലെ മനുഷ്യർക്കൊപ്പം ജോഷി കുര്യന്റെ യാത്രാ റോവിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പരമാവധി തടയുക എന്നതാണ് വന്യമൃഗ സംഘർഷം കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട പോംവഴി. ഹാങ്ങിങ് ഫെൻസ്, സോളാർ കമ്പിവേലി എന്നിവയൊക്കെ മുൻകാലങ്ങളിൽ സ്ഥാപിച്ചെങ്കിലും പൂർണ്ണതോതിൽ വിജയമായിരുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അത്യാധുനിക കമ്പിവേലിയാണ് വയനാട്ടിലെ ഇരുളത്ത് വനംവകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ. ലോകമെങ്ങും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ഈ ആനയെ തുരത്താൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും? വയനാട് ഇരുളത്ത് ഇവിടെ ഏതാണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു AI സാങ്കേതിക വിദ്യയിലൂടെ ഒരു സംവിധാനം, ഒരു വാൾ ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആനകളോ കടുവകളോ ഒക്കെ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് തടയുക എന്നുള്ളതാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഈ AI ഫെൻസിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്ത് തന്നെ ഈ ആനയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗമോ എത്തിയാൽ ഉടൻ തന്നെ അലാം അടിക്കുകയും അത് ഡിറ്റക്ട് ചെയ്യുകയും തുടർന്ന് വനംവകുപ്പിന്റെ ഓഫീസിലേക്ക് അടക്കം അതിന്റെ ദൃശ്യങ്ങൾ അടക്കം എത്തുന്ന രീതിയിലാണ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഒരു 3 ലെയർ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ്. ഇപ്പോൾ എനിക്ക് ഇത് സ്പർശിക്കാനാവില്ല, കാരണം ഇതിൽ കൂടെ ഈ കമ്പിയിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഒരു ലെയർ ഉള്ളത്. ആ ലെയർ എന്ന് വെച്ചാൽ ഈ ആനയെ അഥവാ വന്ന് അതിൽ ഇടിച്ചാലും ഒരു കാരണവശാലും അത് പൊളിഞ്ഞു പോകില്ല എന്നുള്ളതാണ് പറയുന്നത്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു AI ഫെൻസിങ് സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഈ ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ മൃഗങ്ങളെ തുരത്തുന്നതിന് വേണ്ടി ഏർപ്പെടുത്തുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ആനയടക്കം വിരുദ്ധനാണ്, ബുദ്ധിമാനാണ്. അവർ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ വലിയ മരക്കമ്പുകൾ പിടിത് ഇതിന് മുകളിലേക്ക് ഇടുകയും അങ്ങനെ അതിനെ ഷോർട്ടാക്കി ആ വൈദ്യുതി ബന്ധം തകരാറിലാക്കി ആന ഈ വേലി പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ തന്നെ ഈ മലയോര ഗ്രാമങ്ങളിലൊക്കെ കാണുക പതിവാണ്. പക്ഷേ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ആന എത്ര ശ്രമിച്ചാലും ഇത് പൊളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പറയുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അവർ പ്രധാനമായും പറയുന്നത് ഈ ജനവാസ കേന്ദ്രങ്ങളടക്കം, പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളോടും വനമേഖലകളോടും ചേർന്നൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള AI ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചാൽ വലിയ പ്രയോജനപ്രദമായിരിക്കും. കാരണം മൃഗങ്ങളെ ഈ ജനവാസ കേന്ദ്രവും കാടുമായി വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വേലിക്കെട്ടായി ഇതിനെ കൊണ്ടുവരാൻ കഴിയും. എന്തായാലും പരീക്ഷാടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ് ഈ ഇരുളത്ത് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ പരമ്പര ഇരയാകുന്ന ജീവിതത്തെ അഭിനന്ദിച്ച് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഇരയാകുന്ന ജീവിതം വാർത്താ പരമ്പര ഒരു കണ്ണാടിയാണ്. മലയോര ജനതയുടെ ദുരിത ജീവിതത്തിന്റെ നേർചിത്രമാണ് വാർത്തയിലൂടെ വ്യക്തമായത്. ഏഷ്യാനെറ്റ് ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിച്ച വാർത്തകൾ തുറന്ന മനസ്സോടെ സർക്കാരുകൾ കാണണം. ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ ഉൾക്കൊള്ളണമെന്നും ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി.